ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള സുപ്രീം കോടതി നിർദ്ദേശം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷന്റെ എല്ലാ ജില്ലാ ഗോഡൌണുകൾക്ക് മുന്നിലും മദ്യവുമായി എത്തിയ ലോറികൾ കെട്ടിക്കിടക്കുന്നു. 20 ദിവസം മുമ്പ് മദ്യവുമായി എത്തിയ ലോറികൾ പോലും ഗോഡൌണുകൾക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെ 500-ലധികം ലോറികൾ മദ്യം ഇറക്കാനാകാതെ ഗോഡൌണുകൾക്ക് മുന്നിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് കോർപ്പറേഷന് ലഭിച്ചിരിക്കുന്ന കണക്ക്. ഈ ലോറികളിൽ നിന്ന് മദ്യം കവരുന്നതും നിത്യസംഭവം. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 2 ലോറികളിൽ നിന്ന് മദ്യം കവർന്നു. അതേസമയം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയതോടെ ബിവറേജസ് കോർപ്പറേഷന് കീഴിലെ താൽക്കാലിക ജീവനക്കാർ തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ്. കുപ്പികളിൽ ലേബലൊട്ടിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ലോറി ഡ്രൈവർമാർ അടക്കമുള്ളവർ തങ്ങളുടെ തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നു. 10-25 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഈ ഗവൺമെന്റ് ഞങ്ങളെ സ്ഥിരപ്പെടുത്തും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ശരിക്കും ഒരു ഇടുത്തി പോലെ ഈ ഒരു സുപ്രീം കോടതിയുടെ വിധി വന്നത്. അതുമൂലം ഞങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നടക്കുന്ന സമരങ്ങൾ മയക്കുമരുന്ന് മാഫിയയെ സ്പോൺസർ ചെയ്യുന്നതാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ശരിക്കും ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ നടക്കുന്നത് ശരിക്കും മാഫിയകളുടെ, മയക്കുമരുന്ന് മാഫിയകളുടെ സ്പോൺസേഡ് സമരമാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ലോറികളിൽ നിന്നുള്ള മദ്യമോഷണം തടയാൻ പോലീസ് ശക്തമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.